ചെബിഷേവ് അറേ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡോട്ട് ചെബിഷേവ് അറേ എന്ന് പറയുന്നത്. നോർമലി ഡോട്ട് ചെബിഷേവ് അറേയുടെ ഡിസൈനിങ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പൊ ആദ്യമേ ഡോട്ട് ചെബിഷേവ് അറേ എന്നത് നോക്കാം. ഡോട്ട് ചെബിഷേവ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേപ്പേർഡ് അറയാണ്. ടേപ്പേർഡ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബൈനോമിയൽ അറേ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു ബൈനോമിയൽ അറേ ഒരു ടേപ്പേർഡ് അറയാണ്. കാരണം ഇപ്പൊ നമ്മൾ നോർമലി ഒരു അറേ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ അറേയുടെ റേഡിയേഷൻ പാറ്റേൺ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ മേജർ ലോബ്സും അതേപോലെ തന്നെ കുറെ സൈഡ് ലോബുകളും കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മേജർ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ഡയറക്ഷനിലുള്ള വേവിന്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. സൈഡ് ലോബ്സ് എന്ന് പറയുന്നത് അൺഡിസൈഡ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള വേവിന്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഡിസൈഡ് ഡയറക്ഷനിൽ വേണം വേവിന്റെ സ്ട്രെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് അൺഡിസൈഡ് ഡയറക്ഷനിൽ വേവിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വേവ് ഇല്ലാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എങ്കിൽ മാത്രമേ നമ്മുടെ ആന്റിനയുടെ അല്ലെങ്കിൽ അറേയുടെ ഗെയിനും അതേപോലെ തന്നെ ഡയറക്ടിവിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു ആന്റിനയുടെ ഗെയിനും ഡയറക്ടിവിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിനയുടെ സൈഡ് ലോബ്സിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടേപ്പറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ടേപ്പറിംഗ് ചെയ്തെടുക്കുന്ന ഒരു അറേയാണ് ടേപ്പേർഡ് അറേ എന്ന് പറയുന്നത്. ഡോട്ട് ചെബിഷേവ് അറേ എന്ന് പറയുന്നത് ഒരു ടേപ്പേർഡ് അറേയാണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ടേപ്പേർഡ് അറേയിലും ഡോട്ട് ചെബിഷേവ് അറേക്കുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഡോട്ട് ചെബിഷേവ് അറേയുടെ കേസിൽ മെയിൻ ലോബും നമ്മൾ സൈഡ് ലോബ്സും കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ സൈഡ് ലോബുകളെല്ലാം യൂണിഫോം ആയിരിക്കും. ഇതാണ് ഡോട്ട് ചെബിഷേവ് അറേയുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഡോട്ട് ചെബിഷേവ് അറേയുടെ ഡിസൈനിങ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഡോട്ട് ചെബിഷേവ് അറേയുടെ ഡിസൈനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അറേ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഡിസൈൻ ടേബിൾ എന്ന് പറയുന്നത്. ഡിസൈൻ ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറെ ചെബിഷേവ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞ് കുറെ പോളിനോമിയൽസ് എഴുതിയിട്ടുണ്ട്. ഈ പോളിനോമിയൽസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡോട്ട് ചെബിഷേവ് അറേയുടെ ഡിസൈനിങ്ങിന്. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഇതിലിപ്പോ 0 T0 of x T1 of x എന്നൊക്കെ പറഞ്ഞ് 0 1 2 എന്നൊക്കെ പറഞ്ഞ നമ്പർ കിടപ്പുണ്ട്. അത് ഈ അറേയുടെ ഓർഡർ ആണ്. നമ്മൾ അതിനെ എം വെച്ചിട്ടായിരിക്കും നോർമലി ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് 0 തൊട്ട് 9 വരെ മിനിമം ആക്ച്വലി ഈ ഡോട്ട് ചെബിഷേവ് അറേ എന്ന് പറയുന്നത് ഇതിന്നും ഇനി T10 of x T11 of x അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു സാധനമാണ്. നമുക്കിതിൽ മിനിമം T9 of x വരെയെങ്കിലും നമ്മൾ ഈ ഒരു ഡോട്ട് ചെബിഷേവ് അറേ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഇനി അതിന്റെ പ്രോബ്ലം ചെയ്യാൻ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന എന്താന്ന് നോക്കാം. ചെയ്യാൻ നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഡോട്ട് ചെബിഷേവ് അറേ ഡിസൈൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ അറേക്കകത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് എന്നത് ഡിനോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു അറേക്കകത്തുള്ള രണ്ട് എലമെന്റ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ ഈ ഒരു DB വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ആ DB വാല്യൂ എന്ന് പറയുന്നത് നോർമലി സൈഡ് ലോബിന്റെ ലെവലായിരിക്കും. ഒരു DB വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ഈ മൂന്ന് വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ആന്റിന അറേ ഒരു ഡോട്ട് ചെബിഷേവ് അറേ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡോട്ട് ചെബിഷേവ് അറേ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന എന്നിന്റെ വാല്യൂ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഓഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ് വേണ്ടത്, ഈവൻ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ് വേണ്ടത്. ദെൻ നമ്മൾ ഇവിടെ ചെബിഷേവ് അറേയുടെ ഓർഡർ കണ്ടുപിടിക്കും. ചെബിഷേവ് അറേയുടെ ഓർഡർ എന്ന് പറയുന്നത് എം ആണ്. എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് n-1 ആയിരിക്കും. എമ്മിന്റെ വാല്യൂ കിട്ടി നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ടേബിളിൽ പോയിട്ട് ആ എമ്മിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എമ്മിന്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കും എനിക്ക് കിട്ടിയത്. അപ്പൊ നമ്മളിത് ഈ ഒരു ടേബിളിലേക്ക് പോകും. ഈ ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് എമ്മിന്റെ വാല്യൂ 3. അപ്പൊ നമ്മൾ T3 of x ആണ് നമ്മുടെ
പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് t3 of x equal to 4x³ minus 3x. ഈ ഒരു ഇക്വേഷനും നമ്മൾ എഴുതും. ഇതിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ഒരു ഇക്വേഷൻ എഴുതും. അതേപോലെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എഴുതും. അതേപോലെ തന്നെ നമ്മൾ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഡിസൈൻ ടേബിളിൽ നിന്ന് ഒരു ഇക്വേഷൻ എഴുതും. ആ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡോൾസ് ചെബിഷേവ് അറേയുടെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്. കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അറേ എലമെന്റ്സിനെ ഇതേപോലെ വരയ്ക്കും. ഇതാണ് നമ്മൾ ഡോൾസ് ചെബിഷേവ് അറേയുടെ പ്രോബ്ലത്തിന്റെ അകത്ത് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഡോൾസ് ചെബിഷേവ് അറേയുടെ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊരു ഡോൾസ് ചെബിഷേവ് അറേ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ ഇതേപോലൊരു അറേ ഇരിപ്പുണ്ടെങ്കിൽ ആ അറേയുടെ കോഎഫിഷ്യൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് വെച്ച് നമ്മൾ ഇതേപോലെ അറേ അങ്ങ് വരയ്ക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അറേ വരയ്ക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന അറേ എലമെന്റ്സിന്റെ എണ്ണം ഓഡ് ആണെങ്കിൽ നമ്മൾ ആ കോഎഫിഷ്യൻസിനെ ഈ ഒരു രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് 2a0 സെന്ററിൽ വരും, സൈഡുകളിൽ a1, ദെൻ സൈഡിൽ a2, ആ ഒരു രീതിയിൽ വരും. ഇനി നമ്മുടെ അറേ എലമെന്റ്സിന്റെ നമ്പർ ഈവൻ ആണെങ്കിൽ നമ്മൾ ഈ രീതിയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അതായത് 2a0 കാണും, ദെൻ അതിന്റെ രണ്ട് സൈഡിലായിട്ട് 2a1 കാണും, ദെൻ അതിന്റെ രണ്ട് സൈഡിലായിട്ട് a2 കാണും. ഈ ഒരു രീതിയിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാവും. പറയുന്ന പ്രോബ്ലം വെച്ചിട്ട് അതിന്റെ ഡിസൈനിങ് പറയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നോർമലി 10 മാർക്കിനും 12 മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസൈൻ എ 4 element ഡോൾസ് ചെബിഷേവ് അറേ വിത്ത് പീക്ക് സൈഡ് ലോബ് ലെവൽ 19.1 dB വിത്ത് λ/2 സ്പേസിംഗ് ബിറ്റ്വീൻ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് അറേ എലമെന്റ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട് 4, അതായത് n equal to 4. ദെൻ എലമെന്റുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് λ/2, സ്പേസിംഗ് λ/2 തന്നിട്ടുണ്ട്. അപ്പൊ ഡിയുടെ വാല്യൂ λ/2. ദെൻ പീക്ക് സൈഡ് ലോബ് ലെവൽ എന്ന് പറയുന്നത് 19.1 dB. അതായത് എപ്പോഴും ഒരു dB വാല്യൂ തന്നിട്ടുണ്ട്. ഈ എന്നിന്റെ വാല്യൂ ഈ dB വാല്യൂ ആണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്നിന്റെ വാല്യൂ 4 ആണ്. നമ്മളപ്പോൾ അവിടെ ആദ്യമേ നമ്മൾ നമ്മുടെ ആ ഡിസൈൻ ടേബിളിലുള്ള ചെബിഷേവ് പോളിനോമിയൽ ഏതാണ് എടുക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എം കണ്ടുപിടിക്കണം. എം എന്ന് പറയുന്നത് ആ ചെബിഷേവ് പോളിനോമിയലിന്റെ ഓർഡർ ആണ്. അതിന്റെ ഇക്വേഷൻ m ഈക്വൽ ടു n-1 ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ 4 - 1 3. ഇങ്ങനെ നമുക്ക് എമ്മിന്റെ വാല്യൂ കിട്ടി. എമ്മിന്റെ വാല്യൂ കിട്ടി നമ്മൾ നേരെ ആ ഡിസൈൻ ടേബിളിലേക്ക് പോവാം. ഡിസൈൻ ടേബിളിൽ പോയിട്ട് m ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെബിഷേവ് പോളിനോമിയൽ, അതിനെയാണ് നമ്മൾ t3 of x എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. t3 of x ന്റെ വാല്യൂ ഡിസൈൻ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. t3 of x എന്ന് പറയുന്നത് 4x³ - 3x എന്നായിരിക്കും കിട്ടുക. അതവിടെ ഇരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് നമ്മുടെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെബിഷേവ് പോളിനോമിയൽ ആണ് കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി നമ്മൾ പറയുന്ന പോലെ അത്ര ഈസി അല്ല ആ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് നോക്കാം ആദ്യം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ടേം ആണ് ആർ. ആർ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അതിന് എന്തെങ്കിലും ഡെഫിനിഷൻ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഇ എന്നോ അല്ലെങ്കിൽ ഇ എൻ ഇ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ പാരാമീറ്റർ ആണ് ആർ. ആർ എന്ന് പറയുന്ന പാരാമീറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു dB വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ആ dB വാല്യൂ ഈക്വൽ ടു 20 log base 10 of r ആയിരിക്കും. ഇതാണ് ഇക്വേഷൻ. എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന dB വാല്യൂ ഈക്വൽ ടു 20 log base 10 of r എന്നായിരിക്കും വരിക. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്ന dB വാല്യൂ 19.1 ആണ്. അപ്പൊ 19.1 ഈക്വൽ ടു 20 log base 10 of r. അവിടെ നിന്ന് നമുക്ക് log base 10 of r എന്ന് പറയുന്നത് ഈ 20 സൈഡിൽ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പൊ log base 10 of r എന്ന് പറയുന്നത് 19.1 divided by 20 എന്ന് വരും. അപ്പോൾ log base 10 of r എന്ന് പറയുന്നത് 0.955 എന്ന് വരും.
ഇനി ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആന്റി ലോഗ് ഓഫ് 0.955. അപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.02 എന്ന് കിട്ടും. ഓക്കെ, ആറിന്റെ വാല്യൂ കിട്ടി. ഇനി ആറിന്റെ വാല്യൂ കിട്ടിയാൽ നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് x0 ആണ്. ഈ x0 എന്ന് പറയുന്ന പാരാമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അതാണ് ഈ സ്റ്റെപ്പ് 3 കൊടുത്തേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് x0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. 1/2 ഇൻറ്റു r പ്ലസ് റൂട്ട് ഓഫ് r സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു 1/m പ്ലസ് r മൈനസ് റൂട്ട് ഓഫ് r സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു 1/m. ഒന്നുകിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ cos h ഓഫ് cos h ഇൻവേഴ്സ് ഓഫ് r/m. ഇതിൽ ഈ r എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച പാരാമീറ്റർ ആണ്. m എന്ന് പറയുന്നത് n-1 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച പോളിനോമിയലിന്റെ ഓർഡർ ആണ്. ഈ r-ന്റെയും m-ന്റെയും വാല്യൂ ഇപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. r-ന്റെയും m-ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് x0യുടെ വാല്യൂവും കിട്ടും. r-ന്റെയും x0യുടെ വാല്യൂ കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ശരിക്കും നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയലിന്റെ ഇക്വേഷൻ എഴുതുന്നത്. അതെങ്ങനെ എഴുതുന്ന വെച്ചാൽ n-ന്റെ വാല്യൂ നോക്കുക. n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ അത് ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ ഒരു ഇക്വേഷൻ, ഓഡ് ആണെങ്കിൽ ഒരു ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ n ഈക്വൽ ടു ഈവൻ ആണ്. അപ്പൊ നമ്മൾ n ഈക്വൽ ടു ഈവൻ ആകുമ്പോൾ ഇക്വേഷൻ എടുത്തെഴുതി. ഈ n ഈക്വൽ ടു 2 ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 0 ടു n/2 മൈനസ് 1 ak കോസ് ഓഫ് 2k പ്ലസ് 1 ഇൻറ്റു psi/2. ഇതാണ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷന്റെ അകത്ത് നമുക്കിപ്പം ഇതിവിടെ ഈ n എന്ന് എഴുതിയേക്കുന്നത് ഈ n-ന്റെ വാല്യൂ ആണ് നമ്മൾ സഫിക്സ് ആയിട്ട് എഴുതേണ്ടത്. ഇപ്പൊ n-ന്റെ വാല്യൂ 4 ആയിട്ട് ഈ 4 എഴുതി. പിന്നെ ഇത് ഈവന്റെയും ഓഡിന്റെയും ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ n എന്ന് ഈവന്റ് ഇക്വേഷനിലും ഈ n ഒന്ന് ഓഡിന്റെ ഇക്വേഷനിലും എഴുതുന്നത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഈ n എന്ന് പറയുന്നത് പകരമായിട്ട് നമുക്ക് നോക്കി n-ന്റെ വാല്യൂ 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ 4 എന്ന് എഴുതാം. എന്നിട്ട് 2 ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 0 ടു, ഇവിടെ നോക്കി n-ന്റെ വാല്യൂ 4 ആണ്. n-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4/2 മൈനസ് 1 ak കോസ് ഓഫ് 2k പ്ലസ് 1 ഇൻറ്റു psi/2 എന്ന് വരും. ഇനി തൊട്ടടുത്ത സ്റ്റെപ്പിൽ നോക്കി 2 ഇൻറ്റു k ഈക്വൽ ടു 0 ടു, n-ന്റെ വാല്യൂ 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 4/2 മൈനസ് 1 എന്ന് വന്നത്. 4/2 2 ആണ്. 2 മൈനസ് 1 1 എന്ന് വരും. അപ്പൊ ലിമിറ്റ് 0 ടു 1 ak കോസ് ഓഫ് 2k പ്ലസ് 1 ഇൻറ്റു psi/2 എന്ന് വരും. ഇനി നോക്കിയേ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ടു 1 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഈ ഇക്വേഷന്റെ അകത്ത് കെക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് അടുത്തത് ഇവിടെ കെക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കി സിഗ്മ k ഈക്വൽ ടു 0 ടു 1 എന്നാണ് കിടക്കുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആണ്. അപ്പൊ ആദ്യം നമ്മുടെ ടേംസിന്, ഈ കിടക്കുന്ന ടേംസിന് k ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുക, പ്ലസ് ഈ സെയിം ടേംസിൽ k ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുക. അപ്പൊ ഇവിടെ നോക്കി, ആദ്യം ഈ 2 ബ്രാക്കറ്റിന് പുറത്തുണ്ട്, നമ്മളിവിടെ kക്ക് 0 കൊടുക്കുക. അപ്പൊ a0 കോസ് ഓഫ് 2k പ്ലസ് 1, kക്ക് 0 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് വരും. അപ്പൊ 2 ഇൻറ്റു 0 0 ആണ്. 0 പ്ലസ് 1 1 വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കോസ് ഓഫ് 1 ഇൻറ്റു psi/2 എന്ന് വരുന്നത്. പ്ലസ് a1 ഇൻറ്റു kക്ക് നമ്മൾ 1 കൊടുക്കുകയാണ്. അപ്പൊ a1 ഇൻറ്റു കോസ് ഓഫ് 2k പ്ലസ് 1, 2 ഇൻറ്റു 1 പ്ലസ് 1. 2 ഇൻറ്റു 1 2 ആണ്, പ്ലസ് 1 അപ്പൊ 3 വരും. അങ്ങനെ a1 കോസ് ഓഫ് 3 psi/2. ഇങ്ങനെയാണ് ഈ 4ന്റെ ഇക്വേഷൻ കിട്ടും. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ്, ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ n-ന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് പോളിനോമിയലിന്റെ ഓർഡർ m കണ്ടുപിടിച്ചു. m-നെ ബേസ് ചെയ്ത് ഒരു ഇക്വേഷൻ എഴുതി വെച്ചു. ദെൻ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയലിന്റെ ഇക്വേഷൻ ആണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ r0 എന്ന് പറയുന്നൊരു ടേമും കണ്ടുപിടിക്കും, അതേപോലെ തന്നെ x0 എന്ന് പറയുന്നൊരു ടേമും കണ്ടുപിടിക്കും. അതിനുശേഷം അത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് ആദ്യമേ കണ്ടുപിടിച്ചാണ് വെച്ചത്. ദെൻ നമ്മൾ n-ന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. n ഈവൻ ആണെങ്കിലുള്ള ഇക്വേഷനും n ഓഡ് ആണെങ്കിലുള്ള ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ആ ഇക്വേഷൻ എഴുതാം n-ന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത്. എന്നിട്ട് n-ന്റെ വാല്യൂ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ലിമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഉള്ള ഇക്വേഷൻ വരെ എഴുതി.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അവിടെ തെറ്റാതെ ശ്രദ്ധിക്കണം. ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഒരു ഇക്വേഷന്റെ അകത്ത് കോസ് ഓഫ് സൈ ബൈ ടുവിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പം കോസ് ഓഫ് സൈ ബൈ ടു എന്നാ കിടക്കുന്നെങ്കിൽ നമ്മൾ അവിടെ ഇസഡ് എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെ നമുക്കിപ്പം കോസ് ഓഫ് ടു സൈ ബൈ ടു അല്ലെങ്കിൽ കോസ് ഓഫ് 3 സൈ ബൈ ടു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമുക്ക് കോസ് ഓഫ് സൈ ബൈ ടു എന്നാ കിടക്കുന്നത്. അതായത് നമുക്ക് കോസ് ഓഫ് സൈ ബൈ ടു അല്ലെങ്കിൽ കോസ് ഓഫ് 1 ഇൻറ്റു സൈ ബൈ ടു ആണെങ്കിൽ നമുക്ക് എമ്മിന്റെ വാല്യൂ 1 ആകുമ്പോൾ ഉള്ള ചെബിഷേവ് പോളിനോമിയലിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കണം. ആ ഡിസൈൻ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ T1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ കോസ് ഓഫ് 1 സൈ ബൈ ടു എന്ന് വെച്ചാൽ ഇവിടെ ഓർഡർ എം ആണ്. ഓർഡർ എം ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ 1 ആണ്. ഓർഡർ 1 ആണെങ്കിൽ നമ്മുടെ ഡിസൈൻ ടേബിളിൽ പോവുക, എമ്മിന്റെ വാല്യൂ 1 വരുമ്പോൾ ഉള്ള ഡോട്ട് ചെബിഷേവിന്റെ ഇക്വേഷൻ നോക്കുക. T1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാ വരിക. നമുക്കിവിടെ എക്സിന്റെ ടേമിലല്ല ഇക്വേഷൻ എഴുതേണ്ടത്, ഇസഡിന്റെ ടേമിലാണ്. സോ നമ്മൾ ഈ എക്സിന് പകരം ഇസഡ് എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് കോസ് ഓഫ് 1 സൈ ബൈ ടുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇസഡ് വരുന്നത്. അതേപോലെ ഇപ്പൊ കോസ് ഓഫ് 2 സൈ ബൈ ടു, അതായത് എമ്മിന്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ 2 വരുമ്പോൾ ഉള്ള ഡോട്ട് ചെബിഷേവിന്റെ ഇക്വേഷൻ നോക്കുക. അത് നമ്മൾ പഠിച്ചത് T2 ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 1 എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. നമുക്ക് പക്ഷെ ഇവിടെ ഇസഡിന്റെ ടേമിലെ ഇക്വേഷൻ വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 2z സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതുക. ഇനി കോസ് ഓഫ് 3 സൈ ബൈ ടു, എമ്മിന്റെ വാല്യൂ 3 ആണ്. ഡിസൈൻ ടേബിളിൽ പോവുക, എമ്മിന്റെ വാല്യൂ 3 വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് T3 ഓഫ് എക്സ് ഈക്വൽ ടു 4x ക്യൂബ് മൈനസ് 3x എന്നാണ്. നമുക്കിവിടെ ഇസഡിന്റെ ടൈമിലാണ് ഇക്വേഷൻ വരേണ്ടത്. അപ്പോൾ 4z ക്യൂബ് മൈനസ് 3z എന്ന് വരും. ഈ രീതിയിലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മുടെ എന്നിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതി അവിടെ എന്നിന്റെ വാല്യൂയും കെയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളൊരു ഫൈനൽ ഇക്വേഷനിൽ എത്തും. ഈ ഇക്വേഷനിൽ എത്തിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഈ സെയിം ഇക്വേഷനെ ഇസഡിന്റെ ടേംസിൽ എഴുതണം. ഇസഡിന്റെ ടേംസിൽ എഴുതാൻ വേണ്ടി നമ്മൾ കോസ് ഓഫ് സൈ ബൈ ടുവിന് ഈക്വൽ ടു ഇസഡ് എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ശരിക്കും എങ്ങനെയാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, കോസ് ഓഫ് ഈ സൈ ബൈ ടുവിന്റെ കൂടെ കിടക്കുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കും. കൂടെ കിടക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ എം ഈക്വൽ ടു 1 വരുമ്പോൾ ഡിസൈൻ ടേബിളിലെ ഇക്വേഷൻ ഏതാണോ ആ ഇക്വേഷൻ ആയിരിക്കും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ കോസ് ഓഫ് 2 സൈ ബൈ ടു ആണെങ്കിൽ ഇവിടെ സൈ ബൈ ടുവിന്റെ കൂടെ കിടക്കുന്ന വാല്യൂ 2 ആണ്. അപ്പോ എമ്മിന്റെ വാല്യൂ 2 വരുമ്പോൾ നമ്മുടെ ഡിസൈൻ ടേബിളിലുള്ള ഇക്വേഷൻ നോക്കും. അതായത് T2 ഓഫ് എക്സിന്റെ ഇക്വേഷൻ നോക്കും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, നമുക്ക് ഇവിടെ എക്സ് അല്ല ഇസഡിന്റെ ടൈമിലാണ് വരേണ്ടത്. സോ നമ്മൾ ആ കിട്ടുന്ന ഇക്വേഷൻ ഇപ്പോ 2x സ്ക്വയർ മൈനസ് 1 ആണെങ്കിൽ നമ്മൾ അതിനെ 2z സ്ക്വയർ മൈനസ് 1 എന്നാക്കി എഴുതും. ഈ രീതിയിലാണ് ചെയ്തത്. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടി. A0 അതേപോലെ എഴുതി, കോസ് ഓഫ് സൈ ബൈ ടു പകരം നമ്മൾ z കൊടുത്തു, പ്ലസ് A1 ഇൻറ്റു കോസ് ഓഫ് 3 സൈ ബൈ ടു. ഇവിടെ നോക്കിയേ, സൈ ബൈ ടുവിന്റെ കൂടെ കിടക്കുന്ന വാല്യൂ 3 ആണ്. അപ്പൊ ഡിസൈൻ ടേബിളിൽ പോവുക, എമ്മിന്റെ വാല്യൂ 3 വരുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4x ക്യൂബ് മൈനസ് 3x എന്നാണ് വരിക. നമുക്കിവിടെ ഇസഡിന്റെ ടേംസിലാണ് വരേണ്ടത്. സോ ഈ ഇക്വേഷന്റെ അകത്ത് എക്സിന് പകരം ഇസഡ് കൊടുത്താൽ മതി. അതായത് 4z ക്യൂബ് മൈനസ് 3z എന്ന് വരും. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉള്ള സ്റ്റെപ്പ് ഇടുന്നത് ആണ് ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇവിടം വരെ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കോസിന്റെ ടേംസ് മാറ്റി ഇസഡിന്റെ ടേമിലേക്ക് ഈ ഇക്വേഷൻ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
പോളിനോമിയലിന്റെ ഇക്വേഷനും ഉണ്ട്. നമ്മൾ ആദ്യമേ ഡിസൈൻ ടേബിളിൽ നിന്ന് എമ്മിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത ഇക്വേഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. അപ്പൊ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എമ്മിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയ ഇക്വേഷൻ എക്സിന്റെ ടേംസിലാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന ഇക്വേഷൻ ഇസഡിന്റെ ടേംസിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇസഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ x0 ആയിരിക്കും. എക്സ് അതേപോലെ തന്നെ എടുക്കും. x0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1.5. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോർമലി ഇസഡ് എവിടെ കിടക്കുന്നോ അവിടെയെല്ലാം x/x0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് x0യുടെ വാല്യൂ 1.5 ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എവിടെയൊക്കെ ഇസഡ് കിടക്കുന്നോ അവിടെയെല്ലാം നമ്മൾ x/1.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ ഇക്വേഷനകത്ത് ഇസഡിന് പകരം x/1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. അതായത് a0 × x/1.5 പ്ലസ് a1 × 4 × x³/1.5³ മൈനസ് 3 × x/1.5 എന്ന് കിട്ടും. നമ്മൾ അതിന് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് എഴുതിയ ഫൈനൽ ഇക്വേഷൻ ആണ് ഇത്. a0 × x/1.5 പ്ലസ് a1 × ഇതാണ്ട് ഈ 4 ഡിവൈഡഡ് ബൈ 1.5³ ചെയ്യുമ്പോൾ നമുക്ക് 1.185 എന്നാ കിട്ടുക. അപ്പൊ 1.185 × x³ മൈനസ് 3/1.5 ചെയ്യുമ്പോൾ നമുക്ക് 2 ആ കിട്ടുക. അപ്പൊ 2 × x നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ആദ്യമേ എഴുതിയ എമ്മിന്റെ വാല്യൂ 3 ആയപ്പോൾ നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് T3 of x equal to 4x³ മൈനസ് 3x ആണ്. ആ ഇക്വേഷനും നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയ നമ്മുടെ E4ന്റെ ഇക്വേഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്താൽ മതി. നമുക്ക് കോഎഫിഷ്യൻസ് കിട്ടും. പിന്നെ കമ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് E4ന്റെ ഇക്വേഷൻ 2 × സംതിങ് എന്ന രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ 2 വെച്ച് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഒന്നും കൂടി ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പക്ഷെ അങ്ങനെ ചെയ്താലും നമ്മളിവിടെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡാ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അകത്തോട്ട് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്താലും ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും നമ്മൾ ഈ 2 ഇല്ലാതെ ഈ ഇക്വേഷനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം തന്നെ ആയിരിക്കും. സോ നമ്മൾ അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന 2വിനെ മൈൻഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ 2വിനെ മൈൻഡ് ചെയ്യാത്തത്. ആ 2 ഇല്ലാതെ ബാക്കി ഈ ഇത്രയും ഇക്വേഷനെ നമ്മുടെ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ആ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന 2വിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഈസി. അപ്പൊ നമ്മൾ E4ന്റെ ഇക്വേഷൻ ആ 2 ഇല്ലാതെ ആ E4ന്റെ ഇക്വേഷൻ എഴുതിയേക്കുവാണ്. ഈ ഇക്വേഷനെയും നമ്മൾ ആദ്യമേ എഴുതിയ T3 of x equal to 4x³ മൈനസ് 3x ഈ രണ്ട് ഇക്വേഷൻ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് x³ കോഎഫിഷ്യൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം, എക്സിന്റെ കോഎഫിഷ്യൻസിനെ തമ്മിലും ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും x³ കോഎഫിഷ്യന്റ് ഇവിടെ a1 × 1.185 ആണ്. അപ്പോ a1 × 1.85 ഈക്വൽ ടു ഇവിടെ x³ കോഎഫിഷ്യന്റ് 4 ആണ്. അപ്പൊ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ a1 × 1.185 ഈക്വൽ ടു 4. അവിടെ നിന്ന് a1 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 1.185. അപ്പൊ നമുക്ക് 3.37 കിട്ടും. ഇനി എക്സിന്റെ കോഎഫിഷ്യൻസ് നോക്കാം. എക്സിന്റെ കോഎഫിഷ്യൻസ് a0/1.5 ഉണ്ട് ഇവിടെ, പ്ലസ് ഇവിടെ a1 × -2 ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് a0 ഡിവൈഡ് ബൈ 1.5 മൈനസ് 2 × a1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കി എക്സിന്റെ കോഎഫിഷ്യന്റ് -3 ഇക്വേറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഓൾറെഡി a1ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3.375. ആ വാല്യൂ കൂടി ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ a0/1.5 മൈനസ് 6.75 ഈക്വൽ ടു -3 എന്ന് വരും. അവിടെ നിന്ന് നമുക്ക് a0യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. a0യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 5.625 എന്നാണ് കിട്ടിയത്.
ദെൻ നമുക്ക് അറേ എലമെന്റ്സിനെ പ്ലോട്ട് ചെയ്യണം. അറേ എലമെന്റ്സിനെ പ്ലോട്ട് ചെയ്യുമ്പം അതും ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ നമ്മൾ അറേ എലമെന്റ്സിനെ പ്ലോട്ട് ചെയ്യുന്നത് A0 A0 A1 A1 A2 A2 ഈ ഒരു രീതിയിലായിരിക്കും. ഇനി എന്നിന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ നമ്മൾ അറേ എലമെന്റ്സിനെ പ്ലോട്ട് ചെയ്യുന്നത് സെന്ററിൽ 2A0 വരും, സൈഡിൽ A1 വരും, ദെൻ വീണ്ടും സൈഡിൽ A2 വരും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ എന്നിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ 4 ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രാം ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ആകെ 4 എലമെന്റ്സേ ഉള്ളൂ. 4 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സെന്ററിൽ നിന്ന് വേണം നോക്കാൻ. അപ്പൊ നോക്കി, ഈ A0 വരും, A1 2 വട്ടം, അപ്പൊ 4 എലമെന്റ്സ് ആയി. ഇത്ര ഈ ഡയഗ്രാം നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്ക് എന്റെ വാല്യൂ 4 ആണ്. അപ്പൊ 4 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ ഏറ്റവും സെന്ററിൽ വരുന്ന 4 എലമെന്റ്സ് എടുക്കാം. അപ്പൊ 2 A0യും 2 A1, അല്ലെങ്കിൽ തന്നെ നോക്കി നമ്മൾ A0യും A1ഉം ആണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ആ A0യും A1നെയും പ്ലോട്ട് ചെയ്യണം. അതെങ്ങനെയാ പ്ലോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന മാഗ്നിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത് A0ക്ക് നമുക്ക് 5.625 എന്നും A1ന് നമുക്ക് 3.375 എന്നും കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറേ എലമെന്റ്സ് എഴുതണം. അറേ എലമെന്റ്സ് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. 5.625 എന്നും 3.375 എന്നും മാത്രം എഴുതിയത് തെറ്റാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ 4 എലമെന്റ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ അറേ എലമെന്റ്സ് എഴുതുമ്പോഴും 4 എണ്ണം എഴുതണം. ആ 4 എണ്ണം എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം. 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 A0യും കാണും, 2 A1ഉം കാണുമെന്ന് നമുക്ക് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യാം, അതെങ്ങനെ അറിയുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് അറേ എലമെന്റ്സ് അറേഞ്ച് ചെയ്യുന്ന രീതി. അപ്പൊ അത് വെച്ചിട്ട് നമുക്കറിയാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, A1ന്റെ വാല്യൂ ഉണ്ട്, A0യുടെ വാല്യൂ ഉണ്ട്. അറേ എലമെന്റ്സ് എഴുതുമ്പോൾ A1ന്റെ വാല്യൂ ആദ്യം നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതിയാൽ വേണം. A1 A0 A0 A1. അപ്പൊ എന്ത് ചെയ്യാം, A1ന്റെ വാല്യൂ 3.375 അത് എഴുതി. ദെൻ A0യുടെ വാല്യൂ 5.625 അത് എഴുതി. വീണ്ടും A0യുടെ വാല്യൂ 5.625. ദെൻ A1ന്റെ വാല്യൂ 3.375. ഈ ഒരു രീതിയിൽ അറേ എലമെന്റ്സ് എഴുതാം. നമുക്ക് വേണ്ടുന്നത് റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, നമുക്ക് എപ്പോഴും ഈ സെന്ററിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹൈ വാല്യൂ വരും, സൈഡിലോട്ടുള്ള വാല്യൂ ലോ വാല്യൂ ആണ് വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കിട്ടാൻ നമ്മുടെ ലെഫ്റ്റ് എൻഡിൽ കിടക്കുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂ വെച്ച് ഈ എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ നോക്കിയേ, 3.375 ആണ് ലെഫ്റ്റ് എൻഡിൽ കിടക്കുന്ന വാല്യൂ. അത് വെച്ച് 3.375നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 5.625നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.66 കിട്ടും. ഇവിടെയും 5.625നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.66 കിട്ടും. 3.375നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ അറേ എലമെന്റ്സ് എഴുതി, അതിന്റെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് എഴുതി. ഇനി ഈ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഡയഗ്രാം വരയ്ക്കാൻ. അപ്പൊ നോക്കിയേ, A1ന്റെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് 1 കിട്ടി, A0യുടേത് 1.66 കിട്ടി, വീണ്ടും A0 തന്നെ വരട്ടെ 1.66, വീണ്ടും A1 വരും 1. ഇങ്ങനെ വരയ്ക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറേ എലമെന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണെന്ന്. അപ്പൊ ഈ അറേ എലമെന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതേപോലെ λ/2 എന്നും മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു ഡോൾഫ് ചെബിഷേവ് അറേ ഡിസൈൻ ചെയ്യുന്നത്. ഇൻ കേസ് ക്വസ്റ്റ്യൻ ഈ ഡിസ്റ്റൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോ വരച്ചിട്ട് λ/2 ഇപ്പൊ എഴുതിയില്ലേ, അതിന് പകരം D എന്നങ്ങ് എഴുതാം. ഇത്രേ ഉള്ളൂ ഡോൾഫ് ചെബിഷേവ് അറേയുടെ ഡിസൈനിങ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യനിൽ അറേ എലമെന്റ്സിന്റെ എണ്ണം തന്നിട്ടുണ്ടായിരിക്കും, എലമെന്റുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു DB വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ആദ്യം നമ്മൾ ആ അറേ എലമെന്റ്സിന്റെ എണ്ണം വെച്ച് M എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കും. M എന്ന് പറയുന്നത് ചെബിഷേവ് അറേയുടെ ഓർഡർ ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ എത്ര കിട്ടുന്നോ അതിനെ ബേസ് ചെയ്ത് ഡിസൈൻ ടേബിളിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതും. അതവിടെ നിൽക്കും. ദെൻ നമ്മൾ R എന്ന് പറയുന്ന ഒരു ടേം ആ DB വാല്യൂ വെച്ച് കണ്ടുപിടിക്കും. X0 എന്ന് പറയുന്നൊരു ടേം ഈ R വെച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മുടെ Nന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ EN Eയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ EN Oയുടെ ഇക്വേഷൻ എഴുതും. ആ ഇക്വേഷനിൽ നമ്മൾ Nഉം Kയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അത് 2 into സംതിങ് എന്ന ആ രീതിയിലായിരിക്കും ഒരു ഇക്വേഷൻ കിട്ടും. ആ കിട്ടുന്ന ഇക്വേഷനിലെ കോസ് psi/2 പകരം നമ്മൾ Z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ
5/2 കൂടെ കിടക്കുന്ന വാല്യൂ എത്ര നോക്കാം. അപ്പൊ 1 ആണെങ്കിൽ ഡിസൈൻ ടേബിളിൽ എമ്മിന്റെ വാല്യൂ 1 വരുമ്പോൾ ഇക്വേഷൻ എഴുതാം. ഇവിടെ 2 ആണെങ്കിൽ ഡിസൈൻ ടേബിളിൽ എമ്മിന്റെ വാല്യൂ 2 വരുമ്പോൾ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പഠിച്ചേക്കുന്ന ഡിസൈൻ ടേബിളിൽ എക്സിന്റെ ടേംസിലായിരിക്കും ഇക്വേഷൻ കിടക്കുന്നത്. നമ്മൾ ഇസഡിന്റെ ടേമിലാക്കി വേണം ഇക്വേഷൻ എഴുതാൻ. ദെൻ ആ കിട്ടിയ ഇക്വേഷനിൽ ഇസഡിന് x/x0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ കിട്ടുന്ന ഇക്വേഷനും നമ്മൾ ആദ്യമേ എമ്മിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് a0 a1 ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വെച്ച് അറേ എലമെന്റ്സ് എഴുതാം. അറേ എലമെന്റ്സ് എഴുതാൻ ആ അറേ എലമെന്റ്സിന്റെ ഒരു ചെറിയൊരു ഡയഗ്രാം ആദ്യം ഡിസൈൻ പറയുമ്പോൾ പറയുന്നുണ്ട്. ആ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും എത്ര അറേ എലമെന്റ്സിന് എങ്ങനെയായിരിക്കും വരുന്നത്. എന്നിട്ട് ആ അറേ എലമെന്റ്സിന്റെ വാല്യൂ എഴുതുമ്പോൾ തെറ്റി പോകരുത്. a1ഉം a0യുടെ വാല്യൂ ജസ്റ്റ് എഴുതി വെക്കുകയല്ല വേണ്ടത്. അറേ എലമെന്റ്സ് നമ്മളിപ്പം 4 ആണെങ്കിൽ a1 a0 a0 a1 ഈ ഓർഡറിലായിരിക്കും വരിക. ആ ഓർഡറിൽ തന്നെ എഴുതുക. ദെൻ അതിന്റെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂ വെച്ച് എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡും കിട്ടും. എന്നിട്ട് ഈ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് ഇതേപോലൊരു ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് ഡോട്ട് ചെബിഷേവ് അറേയുടെ ഡിസൈനിങ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്.